ബൈ ദ വേ ഇതാട്ടോ നമ്മുടെ ക്ലിനിക്ക് ഗ്ലോ റൂട്ട്സ് കളമശ്ശേരിയാണ്. ഇത് ഓപ്പറേഷൻ തിയേറ്റർ നമ്മുടെ അക്ഷയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സർജനൊക്കെ ഓൾറെഡി അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ കൊച്ചിയിലെ ട്രാഫിക്കും പിന്നെ മഴയും ഒക്കെ ഉള്ള ദിവസം ആയതുകൊണ്ട് അവിടെ എത്തിയപ്പം ഓൾമോസ്റ്റ് ഒരു 9 o'clock അടുത്തായിട്ടുണ്ടായിരുന്നു. ദെൻ ഇതൊരു പ്രീ ഓപ്പറേറ്റീവ് സെഷൻ ആട്ടോ. ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു അക്ഷയ്ക്ക് സർജറിക്ക് മുന്നേ. ദെൻ കൺസെൻറ്റ് സൈനിങ് ഉണ്ടായിരുന്നു. ദെൻ ഞങ്ങൾക്കും ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു, ലൈക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആഫ്റ്റർ കെയർ ആൻഡ് ഓൾ. അക്ഷയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ക്വിക്കായിട്ട് അടുത്തൊരു ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നു. സർജറി സ്റ്റാർട്ടിംഗ് ആണ്. ആ ഒരു ഹെയർ ലൈൻ മാർക്കിങ് ആട്ടോ. അതാ ഇത്രയും മുടി നമ്മൾ ഹെയർ ലൈൻ മാർക്ക് ചെയ്തപ്പോഴാണ് ആക്ച്വലി ഇത്രയും ഹെയർ ഫോൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ആ സൈഡിലും ഒക്കെ നല്ലോണം ഹെയർ കയറിയിട്ടുണ്ട്. നമ്മുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇതാട്ടോ അക്ഷയുടെ ഡോണർ ഏരിയ. അതായത് ആ ഒരു ഹെയർസ് ആണ് ട്രിം ചെയ്തിട്ട് അതിൻ്റെ റൂട്ട്സ് ആണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ല തിക്ക് ആൻഡ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് നല്ലൊരു ഗ്രാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Akshay is all set for his hair transplant surgery. നമുക്കിനി ബ്രേക്കിന് കാണാം. ഓക്കെ, ഇപ്പം ചെയ്തത് ഡോണർ ഏരിയന്ന് റൂട്ട്സ് പ്ലഗ് ചെയ്തെടുത്തു അല്ലേ? അതെന്ത് ഡിവൈസ് വെച്ചാണ് എടുത്തത്? അത് കണ്ടോ? കട്ടിംഗ് മെഷീൻ പോലൊരു സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് കാൺ സീ. ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചില സൈഡ് ബൈസ് നമുക്ക് പെയിൻഫുൾ ആണ് അത് ചെയ്യുമ്പോ. പിന്നെ ഇടയ്ക്ക് ഉറങ്ങിപ്പോവും, ഇടയ്ക്ക് എണീക്കുമ്പോ വേദന വരും, കടിച്ചു പിടിച്ച്. ഇതിപ്പോ രാവിലെ 8:30 സ്റ്റാർട്ട് ചെയ്തതാ. അല്ല 8:30 അല്ല 9 സ്റ്റാർട്ട് ചെയ്തതായി. മാർക്ക് ചെയ്തെടുത്തോട്ട് വെക്കണം. ഞാൻ പറയട്ടെ, ഈ മാർക്ക് ചെയ്ത ഇടത്തില്ലേ ഇപ്പം പ്ലാന്റ് ചെയ്യേണ്ട അടുത്ത് ഇങ്ങനെ ഇതിട്ടിട്ടുണ്ടോ? പിറ്റ്സ് ഇട്ടിട്ടില്ലല്ലേ? ഫ്രണ്ടിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് കൊണ്ടേ കമത്തി കിടത്തുമായിരുന്നു. അപ്പം എന്നിട്ട് സൈഡ് ബൈസ് തിരിച്ച് ഇങ്ങനെ ഇവിടുന്ന് അവിടുന്ന് വരും. ഓക്കെ, 8:30 സ്റ്റാർട്ട് 8:09 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ 1 മണി 1:15 ആവാറായി. എത്ര നേരം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവര് വർക്ക് ചെയ്തോണ്ടിരിക്കുക. കാരണം ഇത്ര എടുക്കണ്ടേ അല്ലേ? ചില്ലറ പണിയല്ല. കാരണം ചെറിയൊരു പോയിന്റ് ആയിട്ട് അവര് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്ര ഗ്രാഫ്റ്റ് ആയതേ ഉള്ളൂ, ഇനി ഇത്ര ഗ്രാഫ്റ്റ് എടുക്കാറുണ്ടോ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ടൈം പോവാതെ പെട്ടെന്ന് പോണേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും, പെട്ടെന്ന് ഇത് കഴിയണേന്ന്. പക്ഷെ 1:30 ഒന്ന് ഒരു ബ്രേക്കിന് ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ. അത് കഴിഞ്ഞിപ്പോ ഒരു 2:45 ആയിട്ടുണ്ട്. 2:45 സമയത്ത് ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുവാണോ? ഇപ്പൊ വേദനയുണ്ടോ? ഇപ്പം ബാക്കിലത്തെ പോർഷന്റെ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഫ്രണ്ടിൽ ഇപ്പം അനസ്തേഷ്യ വന്നിട്ട് ഫ്രണ്ടിൽ ഇപ്പൊ ഇത് ഇങ്ങനെ അത് ഇംപ്ലാന്റ് ചെയ്യാനുള്ള പിക്സ് ഇട്ടേക്കുക അല്ലേ? ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് അത് അതിനകത്ത് റൂട്ട്സ് ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോയേക്കോ അല്ലേ? ഡോക്ടറും സർജനും ഫുഡ് കഴിക്കാൻ പോയേക്കും. ഓക്കെ, സർജനാ ചെയ്യുന്നല്ലേ? പക്ഷേ വേറെ ആയിരുന്നോ? കാണുന്നുണ്ടായിരുന്നോ ആരാ ചെയ്യുന്നു? ഇല്ല, കണ്ണ് അവര് ഓൾറെഡി ബ്ലൈൻഡ് ആക്കും. ക്യാമറയിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ക്യാമറ അവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ എന്നെ ലിൻസി ക്യാമറ കാണിച്ചായിരുന്നു. ലൈവ് റെക്കോർഡിംഗ് ഉണ്ട്, അപ്പൊ അത് കണ്ടു. ഡോക്ടർ ചെയ്യുന്ന കണ്ടു. ലൈറ്റ് എന്തോ വരുന്നുണ്ടായിരുന്നു. ലൈറ്റ് മേളിൽ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു ചെയ്യുന്ന. അത് കണ്ണിലോട്ട് ഇത് കുറെ നേരം ഇട്ട് കഴിഞ്ഞ് ബ്ലൈൻഡ് റിമൂവ് ചെയ്തപ്പോഴത്തേക്ക് കണ്ണ് കാണാൻ ഭയങ്കര വെട്ടം. പിന്നെ പെയിൻ ഇല്ലായിരുന്നു അല്ലേ? ഇല്ല, ഫസ്റ്റ് അനസ്തേഷ്യ കൊടുക്കുന്ന ടൈമിൽ പെയിൻ ഉണ്ട്. അത് കഴിഞ്ഞപ്പോ പെയിൻ അല്ല, ഫസ്റ്റ് ബ്രേക്കിന് ഡോക്ടർ ചോദിക്കും പെയിൻ ഡിക്രീസ് ആയോ എന്ന് ചോദിച്ച് ഓരോടുത്ത് ഇങ്ങനെ കുത്തി നോക്കും. ലാസ്റ്റ് ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കുത്തുന്നത് അറിയാതെ അപ്പൊ ഓക്കെ ഇറ്റ്സ് ഡൺ എന്ന് പറയും. എന്നിട്ട് അവര് പക്ഷെ നമുക്കൊരു കുഴി ഇടുന്ന പോലെ ഇങ്ങനെ 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 കുഴിയിട്ട് ഇനിയിപ്പോ അത് ഇംപ്ലാന്റ് ചെയ്യുന്നേ ഉള്ളൂ. എത്ര ഗ്രാഫ്റ്റ് വെച്ചു അല്ലെ? എത്ര ഗ്രാഫ്റ്റ് എടുത്തു അറിയാവോ? എനിക്ക് തോന്നുന്നു 2500 to 3000 ആ ഒരു റേഞ്ചിലുള്ളില് നമ്മളോട് ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാകുമ്പോ പറയുക ഇതുവരെ എനിക്ക് മെഡിസിനും ടാബ്ലറ്റ്സ് ഒന്നും തന്നിട്ടില്ല. പെയിനും കാര്യങ്ങളും ഒന്നും ഇപ്പൊ ഇല്ല.
ഓക്കെ ആണ്. അപ്പൊ ഇനി അടുത്തത് ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് പോകും. എത്ര നേരമായി ഇപ്പൊ ബ്രേക്ക്? ഹാഫ് ആൻ അവർ. അത്ര ഇങ്ങനെ ബ്രേക്ക് ടൈം ഉണ്ടല്ലേ? കുറച്ച് സമയം വിട്ടാ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ഇംപ്ലാന്റിന് പോവാം. ആൻറ്റിബയോട്ടിക്സ് ഇന്ന് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതാ ഇപ്പോൾ നേഴ്സ് ആൻറ്റിബയോട്ടിക് കൊണ്ട് തരുന്നതാണ്. ഇത് കഴിച്ചിട്ട് ഇപ്പോൾ തന്നെ അടുത്ത സെഷനിലേക്ക് പോവാണ്. ദെൻ നമ്മുടെ ഈ ഗ്രാഫ്റ്റ് ഒക്കെ ഇംപ്ലാന്റ് ചെയ്യുന്ന സെഷൻ ആയിരുന്നു. ഇംപ്ലാന്റ് ഒക്കെ ചെയ്ത് നമ്മുടെ സർജറി കംപ്ലീറ്റ് ആയപ്പോഴേക്കും നൈറ്റ് ഒരു 8:30 അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മളവിടുന്ന് ടാബും എല്ലാം വാങ്ങി അവിടുന്ന് നേരെ ഈ പോരുമായിരുന്നു. ലൈക്ക് അവർ ഡോക്ടേഴ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയും വണ്ടിയൊന്നും നിർത്താനൊന്നും പാടില്ല. ലൈക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഫുഡ് കഴിക്കാനും ഒന്നും നമ്മൾ എവിടെയും നിർത്തിയില്ല. നേരെ വീട്ടിലേക്കായിരുന്നു. ഇതാ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അക്ഷയ്ക്ക് അപ്പോൾ ആ ഒരു ബാക്ക് പോർഷനിൽ കുറച്ച് വേദന ഉണ്ടായിരുന്നു. കുറച്ച് ഡേയ്സിന് നല്ല കെയർ വേണ്ടതാണ്. ആ ഒരു ഫസ്റ്റ് ഡേ ആണെങ്കിൽ കൂടി നമ്മൾ എവിടെയും തട്ടുകയോ മുട്ടുകയോ ഒന്നും ചെയ്യരുത്. ആ ഒരു ഗ്രാഫ്റ്റൊക്കെ ഇളകി പോകാനുള്ള പോസിബിലിറ്റി നല്ല കൂടുതലാണ്. എവിടെയെങ്കിലും ചെറുതായിട്ടൊന്നും ഇരിക്കാൻ പോലും ഒരു തരത്തിലുള്ളൊരു പ്രഷറും അങ്ങോട്ട് കൊടുക്കരുത്. കിടക്കുവാണെങ്കിൽ പോലും അക്ഷയ് നെക്ക് ബാൻഡ് യൂസ് ചെയ്താൽ കിടന്നത് നമ്മൾ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ആ ഒരു നേരെയുള്ള പൊസിഷൻ തന്നെ കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഈ നടക്കുന്ന പരിപാടി നമ്മൾ സലൈൻ വാട്ടർ സ്പ്രേ ആണ് കേട്ടോ. ഇതൊരു ഹാഫ് ആൻ അവർ ഇടവിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് നമ്മുടെ ആ റൂട്ട്സ് ഒന്നും ഡ്രൈ ആവരുത്. ഒരു 7 ഡേയ്സിലേക്ക് നമ്മൾ ഹാഫ് ആൻ അവർ ഇടവിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ ഈ ഒരു ബാൻഡേഡ് ഒന്നും കണ്ട് പേടിക്കണ്ട. ഇത് നമ്മൾ ഈ പുറകിലെ റൂട്ട്സ് എടുത്തിൻ്റെ ആ ഒരു വൂണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അത് 3rd ഡേയിൽ നമ്മളത് റിമൂവ് ചെയ്യും, ഡ്രസ്സ് ചെയ്യും. പിന്നെ ഒരു കുറച്ച് ദിവസത്തേക്ക് ആ ഒരു 7 ഡേയ്സ് വരെ നമ്മളതിൻ്റെ ഒരു ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ട്. ദെൻ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇനിയുള്ള വീഡിയോസിലൂടെ നമ്മൾ അറിയിക്കാം.